ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ വാട്സപ്പിൽ AI ഉപയോഗിക്കാറുണ്ട് അല്ലേ? പക്ഷെ ഇന്ന് രാവിലെ ആ വാട്സപ്പിൽ AI ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് രണ്ട് പുതിയ ഓപ്ഷൻസ് അവിടെ കണ്ടു. അത് വെച്ച് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്ത് നോക്കുന്നത്. നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്ന് പോകരുത്. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം AI എന്താണ് വാട്സപ്പിൽ ഉള്ളതെന്നല്ലേ. അപ്പൊ നമുക്ക് വാട്സപ്പിൽ AI കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയണമെങ്കിൽ നമ്മളൊന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് കയറി അവിടെ നിന്ന് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്ന് കാണിക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുക. നേരെ നമുക്ക് വാട്സപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും താഴെയുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസുകൾ കാണാം. ഏറ്റവും മുകളിൽ ആഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, അതുപോലെ തന്നെ ലേ ഔട്ട് ഉണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റിലുള്ള ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, AI ഇമേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് കുറെ ഇമേജസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് ആ ഒരു ഇവന്റിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ആനിമൽസിന്റെ ആണ് എടുക്കുന്നത്. ഇവിടെ ഞാനിവിടെ ഒരു കാറ്റും ഒരു റാറ്റും നിൽക്കുന്ന ഒരു ഇമേജ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ടുള്ള കുറെ ഇമേജസ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട് അല്ലെ. ഞാൻ ഒരു കാറ്റും ഒരു റാറ്റിനും എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നല്ല രസകരമായിട്ടുള്ള ഒരു ഇമേജ്. അതിൽ താഴെ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് അതിന് താഴെ മേക്ക് ചേഞ്ചസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ താഴെ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണാം ആഡ്, അതിന് തൊട്ടപ്പുറത്തായിട്ട് റിമൂവ് എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാനിവിടെ റിമൂവ് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ ഇമേജിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ റിമൂവ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, കാറ്റ് എന്ന് കൊടുത്തു ഇവിടെ. അതിനുശേഷം ആ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ സെക്കൻഡ് വെച്ചിട്ട് നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ കണ്ടില്ലേ, ഞാൻ ആ കൊടുത്തിരിക്കുന്ന കാറ്റിനെ ഇവിടെ നിന്ന് എന്താവുന്നുണ്ട്, അത് വാനിഷ് ആയി പോവാ. കണ്ടില്ല, കാറ്റിനെ അവിടെ കാണാനില്ല. ഇനി നമുക്ക് അതിന്റെ അവിടെ തന്നെ എഡിറ്റിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണില്ല, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ആഡിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ അവസാനം വരെ കാണാം. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഭാഗം. ഇവിടെ നമുക്ക് അടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു എലിഫന്റ് ഞാൻ കൊടുത്തു. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് എലിഫന്റിനെയാണ്. എലിഫന്റിന് നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ കൊടുത്ത് കഴിഞ്ഞ സമയത്ത് അവിടെ നമുക്ക് വരുന്നത് ആ റാറ്റിന്റെ കൂടെ വരുന്ന എന്താണ്, എലിഫന്റ് ആണ് അവിടെ വരുന്നത്. ഇതൊക്കെ സെക്കൻഡ് വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ എലിഫന്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതേ കാര്യം തന്നെ നേരെ എഡിറ്റിൽ ഒന്നുകൂടി പോയി ഞാൻ എഡിറ്റിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാണ്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ 2-3 ആനിമൽസും കൂടി ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ്. ഇവിടെ ഞാൻ ആഡ് എന്നുള്ള ഇവിടെ കാണുന്നില്ലേ, ആഡ് എന്ന് പറഞ്ഞ ഭാഗം കാണുന്നുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലയൺ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഞാൻ കൊടുക്കുകയാണ്. ലയൺ കഴിഞ്ഞിട്ട് കോമ കൊടുത്തു, ഒരു എലിഫന്റ് ഒന്നുകൂടി കൊടുത്തു, അതിനുശേഷം കോമ കൊടുത്തു. പിന്നെ ഞാൻ അടുത്ത ഇത് കൊടുക്കുന്നത് ഇവിടെ എന്താ കൊടുക്കുന്നത്, ടൈഗർ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് ഞാനൊന്ന് ഏരോ മാർക്ക് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ റാബിറ്റും കൂടി കൊടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് ഞാനൊന്ന് ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ പറഞ്ഞിരിക്കുന്ന ആനിമൽസിൽ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട്. ഒരാളേറ്റവും കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ എല്ലാ ആളുകളും ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിന്റെ താഴെ ആനിമേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നു. എഡിറ്റിന്റെ തൊട്ട് താഴെ ആനിമേറ്റ്, അതാണ് ഏറ്റവും രസം. അവിടെ ആനിമേറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ല, നല്ലൊരു വീഡിയോ ആയിട്ട് ഇത് മാറുകയാണ്. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെ അതിന് സാധിക്കും. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് ചെയ്തിട്ട് ഒന്ന് സ്റ്റാറ്റസ് ആക്കി ഇപ്പോൾ